ഓം ശാന്തി. സ്വയം ആത്മാവാണെന്ന് ഞാൻ നിശ്ചയം ചെയ്യുന്നു. ഞാൻ ദേഹത്തിൽ നിന്നും ഭിന്നമായി തിളങ്ങുന്ന ജ്യോതിബിന്ദു ആത്മാവാണ്. ബിന്ദുവായി പരം ജ്യോതിബിന്ദു പരമാത്മാ ശിവബാബയെ ഞാൻ ഓർമ്മിക്കുന്നു. പ്രിയ ബാബ രൂപത്തിൽ ബിന്ദുവാണെങ്കിലും അസീമമായ ശക്തിയുടെയും ശാന്തിയുടെയും പവിത്രതയുടെയും സാഗരമാണ്. ഞാൻ അനുഭവം ചെയ്യുന്നു, ബാബയുടെ അനന്ത കിരണങ്ങളാൽ ഞാൻ ആത്മാവിൽ ശാന്തിയും ശക്തിയും നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. ബാബയിൽ നിന്നും എനിക്ക് പവിത്രതയുടെ ബലം പ്രാപ്തമാകുന്നു. യോഗബലത്താൽ ഓരോ കർമ്മേന്ദ്രിയങ്ങളും എൻ്റെ വശമാണ്. കണ്ണുകൾ പവിത്രതയുടെ ദൃഷ്ടിയിലൂടെ കാണുന്നു. കാതുകൾ ശുഭമായത് കേൾക്കുന്നു. മുഖത്തിലൂടെ മധുരമായ വരദാനി വചനം മാത്രം പുറപ്പെടുന്നു. എൻ്റെ കൈകളിലൂടെ സത്കർമ്മമുണ്ടാകുന്നു. ഹൃദയത്തിൽ നമ്രതയുടെ ഭാവം ജാഗ്രതമാകുന്നു. ഞാൻ സർവരുടെയും കൂടെ മധുരത, നമ്രത, പിന്നെ സ്നേഹത്തിൻ്റെ വ്യാപാരം ചെയ്യുന്നു. യാതൊരു അഹങ്കാരവുമില്ല, കഠിനതയില്ല, കേവലം പവിത്രതയുടെയും ശക്തിയുടെയും പ്രവാഹം മാത്രം. സദാ പാവനനായ ശിവബാബയുടെ ഓർമ്മയുടെ ശക്തിയിലൂടെ ഞാൻ ആത്മാ പാവനമായിരിക്കുന്നു. എനിക്ക് സമ്പൂർണ്ണ പവിത്രതയുടെയും ദിവ്യതയുടെയും അനുഭവമുണ്ടാകുന്നു. മുഴുവൻ വാതാവരണവും പവിത്ര തരംഗങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. എൻ്റെ പവിത്ര തരംഗങ്ങൾ മുഴുവൻ സൃഷ്ടിയിലും വ്യാപിച്ചിരിക്കുന്നു. മനുഷ്യാത്മാക്കളും പ്രകൃതിയുടെ 5 തത്വങ്ങളും പാവനമാകുന്നു. മുഴുവൻ സൃഷ്ടിയും പാവനമാകുന്നു. ഞാൻ ആത്മാ എൻ്റെ യോഗബലത്തിലൂടെ, പവിത്രതയുടെ ബലത്തിലൂടെ സമ്പൂർണ്ണ സൃഷ്ടിയെ പാവനമാക്കാനുള്ള സേവ ചെയ്തുകൊണ്ടിരിക്കുന്നു. യോഗബലത്തിലൂടെ മാത്രമേ ആത്മാവിൻ്റെ അഴുക്ക് ഇളകുകയുള്ളൂ. അതിനാൽ ഞാൻ യോഗത്തിൽ ഉപേക്ഷ കാണിക്കില്ല. നമ്മൾ ഒരച്ഛൻ്റെ മക്കൾ, സഹോദരി സഹോദരങ്ങളാണെന്ന സ്മൃതിയിൽ ക്രിമിനലായ അക്രമം ചെയ്യില്ല. ബാബയുടെ നിർദ്ദേശത്തിലൂടെ നടന്ന് പരിധിയില്ലാത്ത സമ്പത്തെടുക്കുന്നു. ഒരു ബാബ തന്നെയാണ് എല്ലാവരുടെയും ദുഃഖത്തെ അകറ്റി സുഖം നൽകുന്നത്.
ഞാൻ ബാബയുടേതായി മാറിക്കഴിഞ്ഞു. ആത്മാവ് സത്തോ പ്രധാനമാകണം. ബാബ പറയുന്നു, ദേഹത്തിൻ്റെ എല്ലാ ധർമ്മത്തെയും വിട്ട് സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കൂ. കർമാതീത അവസ്ഥ പ്രാപ്തമാക്കി തിരിച്ചു വീട്ടിലേക്ക് പോകണം. ആത്മാക്കൾ വരുന്നത് എപ്പോഴാണോ അവസാനിക്കുന്നത് അപ്പോഴേ പോകുകയുള്ളൂ. ഈ വിസ്താരത്തെ ബുദ്ധിയിൽ വെച്ച് ഞാൻ ഒരു ബാബയെ സ്നേഹത്തോടെ ഓർമ്മിക്കുന്നു. ജ്ഞാനത്തിൻ്റെ പ്രകാശം ലഭിച്ചിരിക്കുന്നു. അതിനാൽ നിശ്ചയബുദ്ധിയായി മാറി ബാബയിൽ നിന്നും പൂർണ്ണമായ സമ്പത്ത് നേടണം. എവിടെ ഇരിക്കുകയാണെങ്കിലും ഓർമ്മയുടെ ബലത്താൽ ആത്മാവിനെ തമോ പ്രധാനത്തിൽ നിന്നും സതോ പ്രധാനമാക്കുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്യുന്നു. ഞാൻ ബാബ തന്നിരിക്കുന്ന വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു. സ്വമാനത്തിൽ സ്ഥിതി ചെയ്ത് വിശ്വത്തിൽ നിന്നും ബഹുമാനം പ്രാപ്തമാക്കുന്ന ദേഹാഭിമാനമുക്തരാകൂ. ദേഹാഭിമാനത്തിൽ നിന്നും മുക്തമാകാനുള്ള വിധിയാണ് സദാ സ്വമാനത്തിൻ്റെ സ്മൃതിയിൽ സ്ഥിതി ചെയ്യുക. ആര് സ്വമാനത്തിൽ സ്ഥിതി ചെയ്യുന്നുവോ അവർക്ക് സ്വതവേ ബഹുമാനം പ്രാപ്തമാകുന്നു. സദാ സ്വമാനത്തിലിരിക്കുന്നവർ വിശ്വമഹാരാജനാകുന്നു. മാത്രമല്ല വിശ്വം അവർക്ക് ബഹുമാനം കൊടുക്കുന്നു. സമയാനുസരണം സ്വയത്തെ മോൾഡ് ചെയ്യുക. ഇത് തന്നെയാണ് റിയൽ ഗോൾഡ് ആകുക എന്നത്. ഓം ശാന്തി.